കരങ്ങളെ രണ്ടും മാറോട് ചേർത്ത് പിടിക്കാം. സങ്കീർത്തകൻ പറഞ്ഞില്ലേ, കർത്താവേ, ഞാൻ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു, എന്നെ രക്ഷിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞാൻ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു, അതുകൊണ്ട് എന്നെ രക്ഷിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. കരങ്ങൾ മാറോട് ചേർന്നിരിക്കട്ടെ. കണ്ണുകൾ തുറന്ന് ഈശോയെ തന്നെ നോക്കാം. നിഷ്കളങ്കമായ ഹൃദയത്തോടെ തമ്പുരാനോട് ചേർന്നിരിക്കാനുള്ള കൃപയ്ക്കായിട്ട് എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. വസ്ത്രമല്ല, ഹൃദയമാണ് കീറേണ്ടതെന്നാണ് വചനം പറഞ്ഞത്. വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ്. ബാഹ്യമായ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നതിനേക്കാളും അപ്പുറം എൻ്റെ ഹൃദയമാണ് ക്രമീകരിക്കപ്പെടേണ്ടത്. നിഷ്കളങ്കതയോടെ തമ്പുരാനെ വിളിച്ചപ്പോ, ഹൃദയപരമാർത്ഥതയോടെ ദൈവത്തെ വിളിച്ചപ്പോ, എന്നെ കാണുന്ന, എന്നെ അറിയുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള അവബോധത്തോടെ, ജ്ഞാനത്തോടെ, അറിവോടെ ദൈവത്തെ വിളിച്ചപ്പോ അവന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങിച്ചെന്നില്ലേ? 12 വർഷക്കാലം രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ജനക്കൂട്ടത്തിന്റെ നടുവിലാണ്. പക്ഷേ അവൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. 12 വർഷത്തെ ഞാൻ കടന്നുപോകുന്ന ഈ രക്തസ്രാവം എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്ന ഈ വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിൽ എനിക്കൊന്ന് തൊടാൻ പറ്റിയ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന്. മക്കളെ, ഇതല്ലേ വിശ്വാസം? ഇതല്ലേ വിശ്വാസം? ദൈവമേ, നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്നെ വിശ്വാസത്തോടെ ഒന്ന് സ്പർശിക്കാൻ എന്നെയും അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടുകൂടിയുള്ള സ്പർശനങ്ങളാണ് അത്ഭുതങ്ങൾ സമ്മാനിക്കുന്നത്. വിശ്വാസത്തോടെ കർത്താവിനെ തൊടുന്ന ജീവിതങ്ങളിലാണ് ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നത്. സ്വന്തം ദേശത്ത് കർത്താവിന് അധികം അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റിയില്ല, കാരണം അവരുടെ അവിശ്വാസം നിമിത്തമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. ഹൃദയം കൊണ്ട് ആദ്യം പ്രാർത്ഥിക്കുക, ദൈവം എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. ഈശോയെ, ദിവ്യകാരുണ്യത്തിൽ നിന്റെ ജീവിക്കുന്ന സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്ക് കൃപ തരാൻ പറ. ജെറുസലേം വീഥികളിലൂടെ നടന്നു നീങ്ങിയ അതേ കർത്താവ് ജീവനോടെ ഈ അൾത്താരയിലുണ്ടെന്ന് വിശ്വസിക്കാൻ ദൈവമേ എനിക്ക് കൃപ തരാൻ പറ. എന്റെ അവിശ്വാസം എടുത്തു മാറ്റാൻ പറ. വിശ്വാസത്തോടെ നിന്നെ ഒന്ന് സ്പർശിക്കാൻ ദൈവമേ നീ എന്നെ അനുവദിക്കാൻ പറ. മക്കളെ, കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോ രക്ഷ നിങ്ങളുടെ മൊബൈലിൽ തൊടുമ്പോൾ അത് നിശ്ചലമായി പോയി നിരിക്കാം. ആ മൊബൈലിനോട് നിങ്ങളുടെ കരങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടിവിയോ ഏത് ഗാഡ്ജറ്റ് ആകട്ടെ, അതിനോട് നിങ്ങളുടെ കരങ്ങളൊന്ന് ചേർത്ത് വെച്ച്, ആ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച്, എന്നിട്ട് നിന്റെ വിശ്വാസത്തോടെ കർത്താവിനെ ഒന്ന് തൊട്ടേ. ആ രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വാസത്തോടെ കർത്താവിന്റെ വസ്ത്രത്തിന്റെ വെളുമ്പിൽ തൊട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടെങ്കിൽ, മോനെ, ഇത് കർത്താവാണ്, ഇത് കർത്താവാണ്. പത്രോസ് പറഞ്ഞില്ലേ, ഇത് കർത്താവാണ്. തോമസിനെ വിളിച്ചു പറഞ്ഞില്ലേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഇതൊക്കെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളായിരുന്നു. ഉള്ളുകൊണ്ട് പറ, നിന്റെ ഉള്ളിൽ ദൈവം തോന്നിപ്പിക്കുന്നതൊക്കെ നീ പറഞ്ഞോ. നിന്റെ മനസ്സിൽ ദൈവം തരുന്ന ആലോചനകളൊക്കെ നീ പറഞ്ഞോ. പക്ഷേ വിശ്വാസത്തിന്റെ വാക്കുകളാകട്ടെ നിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. നെഗറ്റീവ് വാക്കുകൾ മാറിപ്പോകട്ടെ, എല്ലാ ഭയത്തിന്റെ അരൂപികളും മാറിപ്പോകട്ടെ, എല്ലാ ആകുലതയുടെ സ്വരങ്ങളും ഇല്ലാതാകട്ടെ, എല്ലാ നിരാശാജനകമായ വാക്കുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. പ്രത്യാശയുടെ വാക്കുകൾ മക്കളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടട്ടെ. പ്രതീക്ഷയുടെ വാക്കുകൾ ഉണ്ടാകട്ടെ. വിശ്വാസത്തിന്റെ വാക്കുകൾ, ദൈവസ്നേഹത്തെ പ്രതിയുള്ള വാക്കുകൾ. ഓ ദൈവമേ, വിശ്വാസത്തിൽ നിന്ന് ഈ മക്കളിൽ നിന്ന് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് വിശ്വാസത്തിൽ നീ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെ കർത്താവിന് കൊടുത്തിട്ട്, വിശ്വാസത്തിൽ നീ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ജീവിത സൗഖ്യത്തെ, രോഗപീഠകളെ എല്ലാം കർത്താവിന് വിട്ടുകൊടുത്തിട്ട് പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, തൊടണമേ കർത്താവേ. തമ്പുരാനെ, വിശ്വാസത്തോടെ തൊടുന്ന മക്കളെ നീ ഇപ്പോൾ തൊടണമേ. വിശ്വാസത്തോടെ സ്പർശിക്കുന്ന ജീവിതങ്ങളെ നീ ഇപ്പോൾ തൊടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഏതെല്ലാം കാര്യങ്ങളാണ് മക്കളെ നിങ്ങൾ അലട്ടുന്നത്? ഇതെല്ലാം ഈശോയോട് പറഞ്ഞേ. നിങ്ങൾ അമിതമായി ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളൊക്കെ ഈശോയ്ക്ക് കൊടുത്തേ. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്ന മകനോ മകളോ ആണോ നീ? വചനം പറഞ്ഞ് നമ്മൾ കേട്ടതല്ലേ? നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാളും ഭേദം. നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാതെ നീ വിഷമിക്കുന്നുണ്ടോ? നീ നിന്റെ നിഷ്കളങ്കതയിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ? നിന്റെ സ്വകാര്യ ദുഃഖം ആരോടും പറയാനും പങ്കുവെക്കാനും പറ്റാതെ സങ്കടപ്പെടുന്നുണ്ടോ മോളെ, മോനെ? നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകള് അസ്തമിച്ചു പോയതിന്റെ സങ്കടം നിന്റെ മനസ്സിലുണ്ടോ? നിന്റെ സ്വപ്നങ്ങൾ താറുമാറായി പോയതിന്റെ ഭാരം നിന്റെ ഉള്ളിലുണ്ടോ? നിന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിപ്പോയല്ലോ. നിന്റെ ജീവിതത്തെക്കുറിച്ച്, നിന്റെ ഭാവിയെക്കുറിച്ച്, നിന്റെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള സകല സ്വപ്നങ്ങളും താറുമാറായതിന്റെ ഭാരം നിന്റെ ഉള്ളിലുണ്ടോ? എന്താ മോളെ നിന്നെ അലട്ടുന്നേ? മോനെ, നിന്നെ എന്താ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ മകനെ കുറിച്ചുള്ള ചിന്തയാണോ? മകളെ കുറിച്ചുള്ള ആകുലതയാണോ? അതോ ജോലിയില്ലാത്തതിന്റെ ഭാരമാണോ? വിവാഹം നടക്കാത്തതിന്റെ സങ്കടമാണോ നിന്റെ ഉള്ളിൽ? ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം പരാജയപ്പെട്ടു പോയതിന്റെ മനോവേദന നിന്റെ ഉള്ളിലുണ്ടോ? എന്താ നിന്റെ ആകുലതയുടെ വിഷയം? എന്താ നിന്റെ സങ്കടത്തിന്റെ കാരണം? എന്താ നിന്നെ ഈ നിമിഷം ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഈശോയ്ക്കൊടുത്തേ. ഈശോയോട് പറഞ്ഞേ, നിന്റെ കുടുംബത്തിൽ സമാധാനമില്ലേ? സന്തോഷമില്ലേ? സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ട് നാളുകളായോ? പ്രാർത്ഥനയില്ലാത്ത കുടുംബമായി നിന്റെ കുടുംബം മാറിയോ? ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് വർഷങ്ങളായില്ലേ? പ്രാർത്ഥിക്കേ. ദൈവമേ, ഈശോയെ, നിന്റെ സാന്നിധ്യം, നിന്റെ കരുണ, നിന്റെ കൃപ ഇതൊക്കെ ഞങ്ങളുടെ മേൽ വർഷിക്കാൻ പറ. ദൈവമേ, ഹൃദയം തുറന്ന് നിരന്തരം നിന്നെ വിളിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. നിരന്തരം ഈശോയെ നിന്നോട് ഒട്ടിച്ചേർന്നിരിക്കാനുള്ള കൃപ തരാൻ പറ. ഞങ്ങളുടെ സഹവാസങ്ങളൊക്കെ വിശുദ്ധമാകട്ടെ. സങ്കീർത്തകനെ പോലെ കർത്താവേ, കപട ഹൃദയമുള്ളവരെയും നീചന്മാരെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും പാപകരമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വലിച്ചിഴക്കുന്നവരെയും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ തക്കവിധം കർത്താവേ, സങ്കീർത്തകനെടുത്ത ഒരു ചങ്കുറപ്പുണ്ടല്ലോ, അഭിഷേകം ഞങ്ങൾക്ക് തരാൻ പറ. അഭിഷേകം ഞങ്ങൾക്ക് തരാൻ പറ. ആ ചങ്കുറപ്പിന്റെ അഭിഷേകം തരാൻ പറ. ഞാൻ നിഷ്കളങ്കനാണെന്ന് ദൈവത്തിന്റെ മുമ്പിൽ മാറ്റുരച്ചു നോക്കിക്കോ. ദൈവമേ, നീ എന്റെ ഹൃദയവും എന്റെ മനസ്സും നീ മാറ്റുരച്ചു നോക്കിക്കോ. ഞാൻ നിഷ്കളങ്കനാണെന്ന് പറയാനുള്ള ഒരു കരുത്ത് എനിക്ക് തരാൻ പറ. ഈ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ഈ കൃപ ഞങ്ങൾക്ക് തരണമേ. നിന്റെ സ്നേഹത്താൽ ഇനിയും വിശുദ്ധീകരിക്കപ്പെടേണ്ട വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അವೆല്ലാം വിശുദ്ധീകരിക്കാൻ പറ. തുറന്ന കരങ്ങളോട് ദൈവസന്നിധിയിലേക്ക് നിങ്ങളുടെ ഹൃദയവും മനസ്സും കണ്ണുകളെല്ലാം തുറന്നു വെച്ച് ഈശോയേന്ന് വിളിച്ചേ, ഈശോയേന്ന് വിളിച്ചേ, ഈശോയേന്ന് വിളിച്ചേ, ഈശോയേന്ന് വിളിച്ചേ. എന്റെ ഈശോയെ വിളിക്ക് മക്കളെ, ഈശോയേന്ന് വിളിക്ക്, ഈശോയേന്ന് വിളിക്ക്. ഈ ലോകത്തിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട സ്വർഗം തന്ന ഒരേ ഒരു നാമമാണ് നീ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിന്റെ രക്ഷയുടെ നാമമാണ്. സകല മുട്ടും മടങ്ങുന്ന നാമം, സകല വൈശാചിക ശക്തികളും അഴിയുന്ന നാമം, യേശു എന്ന നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, 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 ഈശോയേ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഈ നിമിഷങ്ങളിൽ ഈ ദിവസത്തെ ഓർത്ത് ഹൃദയം കൊണ്ട് തമ്പുരാന് നന്ദി പറയാം. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന.